അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ അവധി ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്കിൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെറിയ ചെറിയ ഫോട്ടോഗ്രാഫികളൊക്കെ നമുക്കിന്ന് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഈ ലേക്കിൻ്റെ റൗണ്ട് അടിക്കാനാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിൽ നമുക്ക് ഒരു വാക്ക് വേ ഉണ്ട്. നമുക്ക് വാക്ക് എന്ന് പറഞ്ഞൊരു ചെറിയ വഴി, അതിലേക്കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിതാ ലേക്കിൻ്റെ ഈ സൈഡിലെത്തി. ഞാൻ നമ്മുടെ ക്യാമറ നെക്കിലോട്ട് മാറ്റി കേട്ടോ. ഇതാകുമ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും കുറച്ചും കൂടെ ഇതുണ്ടാവും. ഇവിടെ എന്ത് ഫോട്ടോ എടുക്കുമെന്നുള്ളത് എന്നാൽ കിടിലം ഏരിയ ആണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ മുമ്പോട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ, അതായത് എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങളൊരു ലോങ് ട്രിപ്പ്, നെക്സ്റ്റ് വീഡിയോ മുതൽ കുറച്ചും കൂടെ ലോങ് ഒക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. കുറച്ചും കൂടെ ടൈം എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ തൊട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ജോബി എന്നാണ് പേര്. പുള്ളിയും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് ബാംഗ്ലൂരുള്ള. അപ്പോൾ ജോബിയും നമ്മളും കൂടെ, ജോബിയുടെ ചാനലും ജോബി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോബിയുടെ ചാനലും എൻ്റെ ചാനലും കൂടെ ഒരുമിച്ച് നമുക്ക് ഒരാളും കൂടെ കൂടെ ഉള്ളുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ആവുമല്ലോ. അപ്പം അതും ഒരു കാര്യമാണ്. നമ്മൾ കുറച്ചും കൂടെ ബാംഗ്ലൂർ, കർണാടകത്തിൽ തന്നെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയായിരിക്കും ആദ്യം. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ ഔട്ട്ഡോറൊക്കെ, കുറച്ചും കൂടെ ഔട്ടർ ഏരിയാസിലൊക്കെ പോകാനൊക്കെ ട്രൈ ചെയ്യും. നമുക്കിവിടെ ഇപ്പോൾ സബ്ജക്റ്റായിട്ട് നമ്മുടെ മകൻ മാത്രമേ ഉള്ളൂ ബേസ്. അപ്പോൾ നമുക്ക് അവനെ വെച്ചൊരു 1-2 ഫോട്ടോസൊക്കെ എടുക്കുക. ഇന്ന് നമ്മുടെ കാനൺ 80D ആണ്, 85mm ലെൻസാണ്. കൂടുതൽ ഇത് തന്നെ ആയിരിക്കും ഞാൻ നമ്മുടെ ട്രാവലറിലൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പാടമൊക്കെ വരുമ്പോഴത്തേക്കിനും വിചാരിച്ചു അവനെ നടത്തിയിട്ട് നമുക്കിപ്പം ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു ഫുൾ വൈഡ് നമുക്ക് 85mm ലെൻസിന് നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സോണിയിൽ ഒരു 85 കൂടെ വാങ്ങി, 85+ ഒരു 35 എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മൂന്നും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു മുമ്പോട്ട് പോകുമ്പോൾ. അപ്പോൾ എനിവേസ് ഗൈസ്, 85 അല്ലെങ്കിൽ ഒരു 70 to 200 ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അവനും ഫോട്ടോഗ്രാഫിയാണ്, ഇത് കണ്ടിട്ട്. എൻ്റെ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണ് കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫുൾ ഹൈക്കിംഗ് സെറ്റപ്പിലാണ് ആൾ. ബേസിക്കലി നമ്മൾ ഇതുപോലൊരു സെറ്റപ്പിൽ വരുമ്പോൾ അവനെ മാറി നിൽക്കും, വണ്ടി വരും. കുറച്ചും കൂടെ ഒരു വൈഡ് ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നലാണ് ഇപ്പോൾ. എന്താ ചെയ്യാൻ, നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് തൊട്ട് എല്ലാം നമ്മൾ സെറ്റപ്പ് ആയിരിക്കും. എന്താ പറ്റി? അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അവന്തി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവന്തി ലേക്ക് എന്ന് കൊടുത്താൽ ഈ ഒരു സ്ഥലം കിട്ടും. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫാമിലി ആയിട്ട് ഇവിടെ വന്നിരുന്നു ഈ ഒരു സ്ഥലത്ത്. ഇവിടെ ബോട്ടിങ് ചെയ്യാം. പക്ഷേ ലേക്ക് നല്ല, എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലെ അത്യാവശ്യം വൃത്തിയുള്ളൊരു ലേക്കാണ്. പക്ഷേ ഇവിടുത്തെ ഒരേ ഒരു ഞാൻ കണ്ട പ്രശ്നം, ഇവിടെ ഈ ആൾക്കാർ മീൻ പിടിക്കുന്നതുകൊണ്ട് മീൻ ഷോപ്പുകളുമുണ്ട്. അപ്പോൾ അവർ മീനെല്ലാം വെട്ടിയിട്ട് ഇതെല്ലാം കൂടെ ലേക്കിനകത്തോട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കിയാൽ അവിടെ ചെറിയൊരു കുടില് പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തെ ആൾക്കാർ അവർ ലേക്കിനകത്തോട്ട് തന്നെ ഇടുന്നത് ഞാൻ കണ്ടു വന്നപ്പോഴത്തേക്കിന്. പക്ഷെ നല്ലൊരു ലേക്കാണ് കേട്ടോ. ഇവിടെ അധികം ആൾക്കാരും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ, ഇത് നന്ദി ഹിൽസ് പോകുന്ന റൂട്ടാണ്. ദേവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നതാണ് നന്ദി ഹിൽസിലോട്ടുള്ള റോഡ്. അപ്പോൾ നന്ദി ഹിൽസ് പോകുന്നതിന് മുമ്പ് നമുക്ക് വണ്ടിയിൽ GPS ഓൺ ചെയ്തിട്ട് കൊടുത്താൽ നമുക്കിത് കിട്ടും. ഇവിടെ നോക്കിയാൽ അവിടെ ബോട്ടിംഗ് ഉണ്ട് ആ സൈഡിൽ. ഈ സൈഡിലോട്ട് അധികം ആൾക്കാർ ഞാൻ വന്ന് കണ്ടിട്ടില്ല. ഇപ്പം ഞാനിപ്പം ക്യാമറയൊക്കെ ആയിട്ട് ഇറങ്ങിയതുകൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അധികം ഫോട്ടോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി നമുക്കിപ്പോൾ അതിനുള്ള ലെൻസ് ഇല്ല.
നൈസ് ഒരു സ്ഥലമാണ്. ഞാൻ ഇതുപോലത്തെ ഈ അധികം ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും ചൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ആണ്. ഇങ്ങോട്ടൊക്കെ നടന്നു വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയത് നമ്മുടെ കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ്. ഗോ ഗോ മോൻ അങ്ങോട്ട് പോയി നിന്നാ അപ്പോൾ ഫോട്ടോ എടുക്കാം. ഗോ മിഡിലിൽ നിന്നു. ലുക്ക് ദർ. അവിടെ നിൽക്കുക. ഇപ്പം നമ്മുടെ പഴയ ഫേസ് ഡിറ്റക്ഷനിൽ നമുക്ക് ടച്ച് ചെയ്ത് വേണം നമുക്കത് സെറ്റാക്കാനായിട്ട്, ഫോക്കസ് സെറ്റാക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഐ ഡിറ്റക്ഷനും ഒക്കെ ഉണ്ടല്ലോ, അന്ന് നമുക്കതൊന്നും ഇല്ല. ഓക്കെ, 2-3 ഫോട്ടോസ് എടുത്ത് ഇങ്ങോട്ട് നമുക്ക് അടിപൊളി കേട്ടോ. അതുണ്ടല്ലേ ഈ ഒരു സ്ഥലങ്ങൾ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ്. ഇത് നല്ല നല്ല ലൊക്കേഷൻസാണ്. ഇവിടെ ഈ ബേബി ഷൂട്ടിനൊക്കെ പിള്ളേരെയൊക്കെ ആയിട്ട് വന്ന് അടിപൊളിയായിരിക്കും. എന്നാൽ ഇങ്ങോട്ട് നോക്കി, ഇവിടെ ആ ഗ്രാസൊക്കെ കണ്ടില്ല, ആ ഗ്രാസിലൊക്കെ ആണെങ്കിൽ നൈസായിരിക്കും. അപ്പോൾ ബാംഗ്ലൂർ ആരെങ്കിലും ഒക്കെ ബേബി ഷൂട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഞാൻ അവൈലബിൾ ആണ്. ഞാൻ നമ്മുടെ 85 വെച്ച് ചെയ്യാവുന്ന പോലെ ഒരു നൈസ് ഷോട്ട് എടുക്കാം വിചാരിക്കുന്ന. ആ ഒരു തെങ്ങും സൈഡിലൊരു വഴിയൊക്കെ ഉണ്ടല്ലോ, നൈസായിരിക്കും. ഇച്ചിരി ഒരു F6 ഇട്ടേച്ച് നൈസ് ആവണം. കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സംഭവം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വിൽ ഗോ ബാക്ക്. ഓക്കെ, ഞങ്ങൾ എന്തായാലും ആ ഒരു മലയുടെ അവിടം വരെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നത്. കയറാനൊന്നും പോകുന്നില്ല, അങ്ങ് വരെ പോകുന്നില്ല, നോക്കത്തില്ല. ദൂരം ചിലപ്പം ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കത് വളരെ ക്ലോസ് ആയിട്ട് തോന്നും, പക്ഷേ ചിലപ്പോൾ ദൂരമായിരിക്കും, അറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു വലിയ ദൂരം പോകാൻ പറ്റും. 5 മിനിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മലയുടെ അവിടെ എത്തുമെന്ന് തോന്നുന്നുണ്ട്. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അതുണ്ടല്ലേ ക്ലൗഡ്സൊക്കെ അങ്ങോട്ട് ഇടിച്ച് കയറുന്നു. നോക്ക് താഴെ നോക്കിപ്പോ, ഷൂവിനകത്തൊന്നും വെള്ളം കയറില്ല. നന്ദി ഹിൽസിൻ്റെ ആ ഹിൽസാണെന്ന് തോന്നുന്നു അങ്ങോട്ട് ദൂരെ കാണുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് നിങ്ങൾ ബാംഗ്ലൂരുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ. യു ലൈക്ക് ദിസ് പ്ലേസ്? ഈ സ്ഥലം ആക്ച്വലി ഒരു എന്താണ്, ചെറിയൊരു നൈസ് വോക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ട്രക്ക്. നമുക്കിവിടെ ട്രക്കിങ് വലുതായിട്ടില്ല, ട്രക്കിങ്ങിനുള്ള ഏരിയ അപ്പുറത്തുണ്ട്. ഞാൻ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല. ഇവിടെ നിന്നൊക്കെ നോക്കി ആ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നൈസ് മോർണിംഗ് ടൈമിൽ അടിപൊളിയാണ് എന്തായാലും. മോനെ ഒത്തിരി സൈഡിലോട്ട് പോകല്ലോ കേട്ടോ, അങ്ങോട്ട് സ്ലിപ്പായി വീഴും അങ്ങോട്ട്. വാ, അവിടെ നിൽക്കുക കേട്ടോ. ഓക്കെ കേസ്, അപ്പോൾ ഞാൻ ചെറുക്കൻ്റെ ആ ഒരു മലയുടെ ബാക്ക്ഗ്രൗണ്ടിലൊരു പിക്ക് എടുക്കട്ടെ. അപ്പോൾ പുറകെ 2 ബൈക്കേഴ്സ് ഉണ്ട്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു അവരത്. നമുക്ക് 85 ആ മൗണ്ടനൊക്കെ കിട്ടാൻ നല്ല പാടാം. മോനെ ഇങ്ങോട്ട് നോക്കിക്കാം മോനെ, ലുക്ക് ദിസ് സൈഡ്. ഇച്ചിരി കൂടെ ഇങ്ങോട്ട് പോ, ഈ സൈഡിലോട്ട് പോ. അങ്ങോട്ട് തിരിഞ്ഞു. നോ ഐ വിൽ ടെൽ യു ഫിനിഷ്ഡ്. ലുക്ക് ദർ. സ്റ്റിക്ക് നേരെ പിടിക്കുക. ഇത് ഹൈക്കിംഗ് ഇഹോനാണിത്. വെയിറ്റ് 1 more. അവനെ നേരെ തന്നെ, കാലങ്ങനെ വെക്കാതെ. നാളെ ഭയങ്കര പോസിങ്ങും പരിപാടിയാണ്. ഓക്കെ, നമ്മളുടെ ഈ ഹൈക്കിങ്ങിൻ്റെ ഈ ഒരു ഏരിയ ഇവിടെ കൊണ്ട് തീരുവാണ്. ഇനിയും വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, പക്ഷെ പിള്ളേരെ കൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് ജോബിയൊക്കെ ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് വരാം, ഫോട്ടോഷൂട്ടിനായിട്ട് വരാം. അപ്പോൾ എനിവേസ് നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചുള്ളൊരു നടപ്പ്. സ്നീക്കേഴ്സ് ഇതിലേ പോകാൻ പറ്റത്തില്ല, അതിലേ കൂടെ വഴിയുണ്ട്. അതുകൊണ്ടോ ദർ ഇസ് എ റോഡ് ഓവർ ദർ. കം, പോകണ്ടോ? ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ് അല്ലേ? ഇതുണ്ടോ ആൻസ് പോകുന്നത് നോക്കി. യു ആർ ഗോയിങ് ഇൻ എ ലൈൻ. Ants are going like that, always good. They know how to go one by one. Come. നമുക്ക് ഇതിലെ കൂടെ പയ്യെ താഴോട്ടൊന്ന് ഇറങ്ങി ആ ഫാമിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്തോട്ടൊക്കെ ഒന്ന് പോകാം. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫാമിങ്
ഭയങ്കര അഡ്വഞ്ചറസ് ഒക്കെ അല്ല, പക്ഷേ ഒരു രസമുള്ള സ്ഥലങ്ങൾ. ഇത് കണ്ടില്ല, ആൾക്കാർ ബൈക്കിൽ പോകുന്നു. ഡോറോ? എവിടെ ഡോർ? അതിന് ഡോറൊന്നുമില്ല മോനെ, അതിന് ഡോറൊന്നുമില്ല. ഇത് ലാൻഡ് ഹോം. ഇറ്റ്സ് വെരി ബിഗ്. കം. Appa was thinking something. They made it from sand, things like that. And rock. Yeah, I think we cannot go from here. Let me check. Too much dirty ആണെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കട്ടെ. അങ്ങോട്ട് പോകണ്ട നമുക്ക് കേട്ടോ. മോൻ്റെ പാൻറ്റെല്ലാം ചെളിയാവും. ഇവിടെ നിൽക്ക്. സ്റ്റാൻഡ് ഹിയർ. ഹൈക്കിംഗ് മാനാ, ഹൈക്കിംഗ് മാൻ. ഓ, അത് കൊള്ളാമല്ലോ, നൈസാണല്ലോ. ഇറ്റ്സ് വെരി ഗുഡ്. ലൈക്ക് ദാറ്റ്. ഓ, ഇതാരാടാ ഇത്? അപ്പോൾ കേസ് നമ്മൾ ഇവിടുന്ന് തിരിച്ച് നടക്കുകയാണ്. മോൻ പയ്യെ ഫോട്ടോ എടുത്തിട്ട് വാ കേട്ടോ. നീയോ ഹൈക്കിംഗ് സ്റ്റിക്ക്. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുവാണ്. ഇന്നത്തെ ചെറിയ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോട്ടോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ സ്ഥലങ്ങൾ. ഇവിടെ ഞാൻ ഇനിയും വരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നമുക്ക് നോക്കാം. ഞങ്ങൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത്, അതായത് ഞാനും ജോബിയും ഇച്ചിരി ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ചെയ്യാനാണ്. അതായത് നിങ്ങൾ രണ്ട് ചാനലും കാണുമ്പോൾ രണ്ട് ടൈപ്പ് കണ്ടൻറ്റ് കാണണമെന്നുള്ള രീതിയിലായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും അവിടുത്തെ ആൾക്കാരിലൊക്കെ ആയിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ജോബി ലാൻഡ്സ്കേപ്പും കാര്യങ്ങളുമൊക്കെ ജോബി കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൾക്കാരെ കാണാം, അതുപോലെ തന്നെ മീൻസ് എന്താണ് ആ സ്ഥലത്തെ ആൾക്കാരുടെ ഫോട്ടോസും രണ്ടും കൂടെ നമുക്ക് വേണം. അതിൻ്റെ ഒരു മിക്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ചാനലിൽ. ബാബനെ മോനെ വേണോ ഹൈക്കിംഗ് സ്റ്റിക്ക് വേണോ? ഒന്ന് ക്യാമറ ഇതിനകത്തിട്ടേക്ക്. വിച്ച് വൺ യു വാണ്ട് നൗ?